വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ മാൻ സിറ്റി 1 യുണൈറ്റഡ് 2. യെസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു ടോപ്പ് 6 ടീമിനെതിരെ പോയി നമ്മളൊരു എവേ മത്സരം ജയിച്ചു. എന്തായാലും അമോറിയം വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. മാത്രമല്ല, അമോറിയം ഒരു മാസത്തിനിടയ്ക്ക് 2 ടീമുകളെ വെച്ചിട്ട് ഇതേ സിറ്റി ടീമിന് തോൽപ്പിച്ചു എന്നുള്ളതും രസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഉജ്ജ്വലമായിട്ടുള്ള കംബാക്കാണ് നടത്തിയത്. കളീനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള മത്സരമാണ്. നമ്മൾ കുറേ നേരം ഇന്നലെ ഇവിടെ നിന്ന് കണ്ടതാണ്. ചില മൊമെൻറ്റുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു മത്സരം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു മെഗാ റിസൾട്ടാണ്, അതുപോലെ തന്നെ ഒരു മെഗാ എക്സൈറ്റ്മെൻ്റ് ആണ് ലാസ്റ്റ് അമ്മാത് നമുക്ക് തന്നതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു റിസൾട്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഓവറോൾ കളീനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രിറ്റി ഈവൻ ഗെയിം എന്ന് പറയാം. നമ്മൾ 2 ടീമുകളും ക്വാളിറ്റി വൈസ് അല്ലെങ്കിൽ ഒരു ഡർബിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഒന്നും ഈ മത്സരത്തിൽ ഉണ്ടായില്ല. 2 ടീമുകളും മോശമായിരുന്നു. ഇപ്പോൾ സിറ്റിക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഭയങ്കര മോശമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സിറ്റി മോശമാണല്ലോ, അതിലും മോശമാണ് യുണൈറ്റഡ്. കാരണം നമ്മൾ മിഡ് ടേബിൾ പോലും ഇല്ല, അതിലും താഴെയാണ്. 12ാം സ്ഥാനത്താണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ നമ്മളൊരു നല്ല റിസൾട്ട് അവിടെ പോയി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഗിവൺ ദ സർക്കംസ്റ്റൻസസ് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് നോക്കിക്കഴിയുമ്പോഴാണെങ്കിലും പ്രിറ്റി ഈക്വൽ എന്ന് തന്നെ പറയാമായിരുന്നു. ഇപ്പം അവർക്ക് 52% പൊസിഷൻ, നമുക്ക് 48% പൊസിഷൻ. ഷോട്ട് 10 ഷോട്ട് 2 ടീമുകളെടുത്ത് 3 ഷോട്ടാണ് ടാർഗറ്റ്. നമ്മൾ 3 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, അവർ ബിഗ് ചാൻസുകളൊന്നും തന്നെ ക്രിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആഴ്സണലിനെതിരെ ആണെങ്കിലും ആഴ്സണൽ ഗോൾ അടിച്ചത് കോർണറിൽ നിന്നാണ്. സിറ്റിക്കെതിരെ വന്നപ്പോഴാണെങ്കിലും അവർ ഗോൾ അടിച്ചത് കോർണറിൽ നിന്നാണ്. ഓപ്പൺ പ്ലേയിൽ നിന്നൊന്നും ഈ എലൈറ്റ് ടീമുകളൊന്നും നമുക്കെതിരെ അമോറിയം വന്നതിന് ശേഷം അത്രയധികം ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ആക്ച്വലി വലിയൊരു പോസിറ്റീവാണ്. പക്ഷേ കോർണറിൽ ഗോൾ വഴങ്ങുന്നു, അതൊരു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആ ട്രെൻഡ് തന്നെ കാണുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് കാര്യമാണ്. പക്ഷേ അത് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. അത് തീർച്ചയായും ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. അതിൽ കൂടുതൽ ഇവർ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ വൂൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൂൾസ് ഇപ്പോൾ ഏറ്റവും പുറകിലാണ്. അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോർണറിൽ നിന്ന് ഗോൾ വഴങ്ങുന്ന ഗോൾ വഴങ്ങിയ ടീമെന്നുള്ളൊരു ആവശ്യമില്ലാത്ത റെക്കോർഡും നമുക്കിപ്പോൾ ഈ സീസണിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഏരിയ കോർണർ ഡിഫെൻഡിങ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അവിടെ തീർച്ചയായും അമോറിയം എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗീവ് ഹിം ടൈം. പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഇൻഡിവിജ്വൽ പെർഫോമൻസുകളെ കുറിച്ചൊക്കെയാണ് കളിയിൽ പിന്നെ എടുത്ത് മെൻഷൻ ചെയ്യാനുള്ളൂ. ഒരാളെ കുറിച്ച് മെൻഷൻ ചെയ്യണം, സിറ്റിയുടെ ക്യാപ്റ്റനായ കൈൽ വാക്കർ. 35 വയസ്സായി, ഒരു നാണമില്ലാതെ നിലത്ത് കിടന്ന് മറയാണ്. ഹോയിലൻഡ് തലയിൽ ഇടിച്ച് തല പൊട്ടിച്ചു എന്നൊക്കെ ഉള്ള പോലെ നാണമില്ലാണ്ട് വെറുതെ മഹാമോശം ഒരു കാര്യമാണ് ഇന്നലെ കൈൽ വാക്കർ ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, അമാദ് വൺസ് അഗെയിൻ നമ്മുടെ ടീമിൻ്റെ കീ പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ലൈവിൽ നമ്മൾ മെൻഷൻ ചെയ്തതാണ്, ഈ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പോകുന്ന അമാദാണെന്നുള്ള കാര്യം. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. ഗോൾ അടിച്ചു, അതുപോലെ തന്നെ പെനാൽറ്റി നേടിയെടുത്ത രീതി. അപ്പോൾ അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അമാദിന് ആ ഫസ്റ്റ് ടൈം തന്നെ ഒരു ഷോട്ടൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ആ ബുദ്ധിപരമായിട്ട് അവിടെ ന്യൂനസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് ആ പെനാൽറ്റി മേടിച്ചെടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ അത്, പിന്നെ അതുപോലെ തന്നെ ഗോൾ അടിച്ചപ്പോൾ ഉള്ള ആ ഒരു ഫസ്റ്റ് ടച്ച് കിടിലമായിരുന്നു. അപ്പോൾ അങ്ങനെ അമാദ് വൺസ് അഗെയിൻ ഒരു കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ മസ്റാവിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അച്ചുവേട്ടനാണ് എല്ലാ മത്സരത്തിലും ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇന്നലെ ഡോക്കുവിനെ വെട്ടിച്ച് പോയൊരു പോക്കുണ്ട്. ആ ബ്രൂണോക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയ ചാൻസ് മിസ്സാക്കിയപ്പോൾ കളിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ തിരിച്ചു കയറി വന്നു എന്നുള്ളതാണ് ഫെർജി ടൈമിൽ. അതാണ് ഈ കളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ മുൻ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് പോയി കഴിഞ്ഞാൽ, താഴേക്ക് പോകുന്ന ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയറി വരാതിരിക്കുന്ന ഒരു രീതി. പക്ഷേ നമ്മൾ ഇന്നലെ കയറി വന്നു. പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാരി മഗ്വായക്ക് ക്രെഡിറ്റ് കൊടുക്കണം. കാരണം 2-3 കൊല്ലം മുമ്പ് ഇത്രയധികം സൈബർ ബുള്ളിങ്ങിനും ട്രോളൊക്കെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി ഫുട്ബോൾ താരം എന്ന് പറയുന്നില്ല, ഒരു വ്യക്തി തന്നെ ലോകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ പുള്ളി ഓവർകം ചെയ്ത് വന്ന് ഇന്നലെ വളരെ മികച്ചൊരു പെർഫോമൻസാണ് കാഴ്ചത്. ശരിക്കും പറഞ്ഞാൽ മഗ്വയറിനെ സൂട്ട് ചെയ്യുന്ന ഒരു റോളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കുള്ളത്. ആ ബാക്ക് 3 സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ബാക്കായിട്ട് കളിക്കുമ്പോൾ അത് വളരെയധികം മഗ്വയറിനെ സൂട്ട് ചെയ്യും.
ശരിക്കും പറഞ്ഞാൽ മഗ്വയറിന് പറ്റിയൊരു മാനേജർ ഇപ്പോഴാണ് വന്നതെന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലിന് പറ്റിയൊരു മാനേജർ ഇപ്പോഴാണ് വന്നതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈലൈറ്റായിട്ട് പറയാവുന്ന ഒരു കാര്യം. സോ പിന്നെ പറയാനുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗാർട്ടയാണ്. ഉഗാർട്ടയുടെ പെർഫോമൻസ് ഇറ്റ് ഷുഡൻ ഗോ അണ്ടർ ദി റഡാർ. കിടിലൻ പെർഫോമൻസ് ആണ് മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചു. ഉഗാർട്ടയാണെങ്കിലും ഈ ടെൻഹാഗിൻ്റെ അണ്ടറിൽ തുടങ്ങിയപ്പോൾ ഫ്ലോപ്പ് ആവും എന്ന് വിചാരിച്ചൊരു പ്ലെയറാണ്. പക്ഷേ സഡൻലി പുള്ളിക്കാരൻ ടീമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിം ബൈ ഗെയിം പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊട്ടൻഷ്യലി ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ട് നമുക്ക് വേണ്ടി മാറും എന്ന് ഉഗാർട്ടനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ദേ വെയർ ഡീസൻറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഒനാനയുടെ കാര്യം പറയുമ്പോൾ ഒനാന ചില സമയത്ത് പുള്ളി ചാടണില്ല, അത് നമ്മൾ ലൈവിൽ ഇന്നലെ മെൻഷൻ ചെയ്തതാണ്. പക്ഷേ ഇന്നലെ ഒരു നല്ല സേവ് അതിന് ശേഷം നടത്തി. അപ്പോൾ അതൊക്കെയാണ് എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ നല്ല റിസൾട്ട്. നമ്മൾ ആ ഒരു നോട്ടിംഗാമായിട്ടുള്ള മത്സരം നമ്മൾ വിജയിച്ചിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടോപ്പ് 6 ഏരിയയിലേക്ക് ചെന്നേനെ. അപ്പോൾ ആ ഒരു 3 പോയിൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12ാം സ്ഥാനത്ത് കിടക്കുന്നതും 6ാം സ്ഥാനത്ത് എത്തേണ്ടതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ വരും മത്സരങ്ങളിൽ ഇതിൽ നിന്നും നമുക്ക് ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അബ് ദ ഫുക്കിൻ റട്സ്.